മാപ്പിളയ്ക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം എൻ്റെ മക്കള് ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോയ്സ്. അവരായിരുന്നു എൻ്റെ വീക്കപ്പ് കോൾ. അവർ അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറയാൻ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കാര്യം. കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ മതം തലയ്ക്ക് പിടിച്ച കുറെ മതഭ്രാന്തന്മാരുടെ ക്രൂരതയ്ക്ക് ഇരയായത് ഏകദേശം 30ഓളം പേരാണ്. അതില് മലയാളിയായിട്ടുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നു, കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ മകൾ ആരതി പഹൽഗാമിൽ വെച്ച് തങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭീകരത എത്രത്തോളം വലുതായിരുന്നുവെന്ന് ആ കുട്ടിയുടെ ഓരോ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിനിടയ്ക്ക് ഈ വീഡിയോയുടെ താഴെ വന്ന 90% ആളുകളുടെ കമന്റില് അവരുടെ ആവലാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി എന്തിന് മേക്കപ്പ് ചെയ്തു, ഈ കുട്ടി എന്തിന് ലിപ്സ്റ്റിക് ഇട്ടു, ഇവളുടെ അച്ഛൻ തന്നെയാണോ മരിച്ചത്? ഇതാണ് ഈ ഒരു വീഡിയോ കണ്ട 90% ആളുകളുടെ ആവലാതി. കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ മനുഷ്യരുടെ ചിന്താഗതികൾ എത്രമാത്രം അധപ്പതിച്ചു അല്ലേ. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരാൾ വിവരിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കുന്നതിനു പകരം ഒരാളുടെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഇതേപോലുള്ള ആളുകൾക്ക് മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. ആ കുട്ടി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അച്ഛനും 2 ട്വിൻസ് ആയിട്ടുള്ള കുട്ടികളുമാണ് കൂടി ഉണ്ടായിരുന്നത്. അച്ഛന്റെ മരണശേഷം ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന സമയത്ത് ഒരു ഭീകരൻ വന്ന് ആ കുട്ടിയുടെ തലയിൽ തോക്കുകൊണ്ട് കുത്തി. ആ സമയത്ത് അവരുടെ ട്വിൻസ് ആയിട്ടുള്ള 2 ആൺകുട്ടികൾ ഒച്ച വെച്ച് കരഞ്ഞപ്പോഴാണ് ഇവരുടെ ഉള്ളിലെ ആ ഒരു അമ്മ ഉണർന്നത്. മനോബലം കൈവിടാതെ ആ 2 മക്കളെയും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടിയതാണ് അവർ. അതുകൊണ്ടാണ് ഇന്ന് ആ 2 കുഞ്ഞു മക്കളും ജീവനോടെ ഉള്ളത്. നേരെ മറിച്ച് അച്ഛനെയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്താണ് പറയുക ഇവരെ കുറിച്ച്? ഇതേപോലെ കുറ്റം പറയുന്ന ആൾക്കാർ വേറെ തിരിച്ചും പറയത്തില്ലേ? ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, തന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പകച്ചു നിൽക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം എന്നുള്ളത്. തന്റെ അച്ഛൻ ഇനി രക്ഷിക്കാനാകില്ല, അച്ഛൻ മരിച്ചു കഴിഞ്ഞു, പിന്നെ തന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആ ഒരു മൈൻഡാണ് അവിടെ ഉണർന്നത്. അവിടെ എന്താണ് നടന്നത് എന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് നമുക്ക് മുന്നിൽ ഇത്രയും ബോൾഡായിട്ട് വന്നു നിന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വിവരിച്ച് തരുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്നു. മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഈ ഭീകരന്മാര് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുകയായിരുന്നു. ഇവരെ കണ്ടപ്പോൾ ഇവരോട് പേരെന്താണെന്നും കലിമ ചൊല്ല് അങ്ങനെ പറഞ്ഞ് അതിനുശേഷം ഒരു 5 സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭീകരതയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യ ഇതിനെ എങ്ങനെ തിരിച്ചടിക്കുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതേപോലുള്ള ഭീകരന്മാർക്ക് എന്താണ് മറുപടി കൊടുക്കണം എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെ സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പകരം അദ്ദേഹത്തിന്റെ മകളെ ഇരുന്ന് വിമർശിക്കുന്നു. ഇവരെ പോലുള്ളവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് വന്നിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകും അല്ലെങ്കിൽ മനസ്സിലാകാത്ത രീതിയിൽ ആർത്തലച്ച് കരഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയണം എന്നാണ് ഇതേപോലുള്ളവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രശ്നമാണ്. അത് എത്രമാത്രം പക്വതയായിട്ട് ഒരു മീഡിയയുടെ മുന്നിൽ പറയാമോ ആ രീതിയിൽ മാത്രമാണ് ആ കുട്ടി അത് പറഞ്ഞിരിക്കുന്നത്.